കേരളവും തമിഴ്നാടും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും വൈകാരികമായിട്ടുള്ള വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത്തരം വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ തമിഴ്നാടിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം 100% ഇച്ഛാശക്തിയോടുകൂടി നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന ആക്ഷേപവും സജീവമാണ്. പലപ്പോഴും സുപ്രീം കോടതിയിലടക്കമുള്ള നിയമവ്യവഹാരങ്ങളിൽ കേരളത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി നിയമ പോരാട്ടങ്ങളിൽ നമുക്ക് പരാജയം സംഭവിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തി കുറവുകൊണ്ട് മാത്രമല്ല, ചില രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ ഭാഗമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ കൊണ്ടാണെന്നും ആക്ഷേപങ്ങൾ സജീവമാണ്. സമീപകാലത്തെ കോടതി വ്യവഹാരങ്ങളാണെങ്കിലും വിദഗ്ധ സമിതി തീരുമാനങ്ങളാണെങ്കിലും കേരളത്തിന് തീർത്തും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ അല്പം കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കാതെ തരവുമില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത് പൂർണ്ണമായും തമിഴ്നാടിന് അടിയറവ് പറയുന്ന ഒരു നിലപാടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ അധികാരത്തിലേറിയ UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ നിലപാട് പ്രഖ്യാപനം മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മോൻസ് ജോസഫ് കേരളത്തിന് വേണ്ടി പരിപൂർണമായി നിലപാടെടുക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വസ്തുതകളിലേക്കാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് 153 അടിയായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുവാനായി നീക്കം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനെതിരെ ആ നിമിഷം തന്നെ രംഗത്തെത്തുവാനും 143 അടിയിൽ 1 ഇഞ്ച് പോലും ജലനിരപ്പ് കൂട്ടുവാൻ തമിഴ്നാടിനെ അനുവദിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമപോരാട്ടം നടത്തുമെന്നും നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മോൻസ് ജോസഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെയാണ് കൃത്യമായി UDF സർക്കാരിൻ്റെ നിലപാട് മാറ്റം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 2021-26 കാലഘട്ടത്തിൽ കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത് പിണറായി വിജയൻ സർക്കാരായിരുന്നു. ആ സർക്കാരിൽ ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനായിരുന്നു. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കാര്യക്ഷമത കുറവോടുകൂടി ഇടപെട്ടാണ് റോഷി അഗസ്റ്റിൻ തൻ്റെ ഒരു കഴിവുകേടും തനിക്ക് കേരളത്തോടുള്ള പ്രതിബദ്ധതയില്ലായ്മയും കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ മോൻസ് ജോസഫിനെ നോക്കുക, തമിഴ്നാടിൻ്റെ പ്രതികരണം വന്ന് അടുത്ത നിമിഷത്തിൽ തന്നെ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും UDF പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് മാത്രമാണോ അദ്ദേഹം പറഞ്ഞത് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ സമഗ്രമായി മുല്ലപ്പെരിയാറിൽ ഒരു നിലപാട് പ്രഖ്യാപനവും വിജയ്ക്ക് മറുപടി നൽകുന്ന വേളയിൽ മോൻസ് നടത്തുകയുണ്ടായി. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ആദ്യത്തെ വിഷയം 143 അടിയിൽ ജലനിരപ്പ് നിജപ്പെടുത്തുക എന്ന തീരുമാനത്തിന് വേണ്ടി കേരളം ഏതറ്റവും വരെയും പോരാട്ടം നടത്തുമെന്നാണ്. അതുകൂടാതെ ബേബി ഡാമിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും തമിഴ്നാട് വളരെ നിഷ്ക്രിയമായി നിലപാടെടുക്കുന്നതിനെതിരെയും അദ്ദേഹം നിലപാടെടുക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാൻ വേണ്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ തന്നെ മുല്ലപ്പെരിയാറിൽ ആത്യന്തികമായി പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് UDF സർക്കാരിൻ്റെ നിലപാടെന്നും മോൻസ് ജോസഫ് എന്ന ജലവിഭവ വകുപ്പ് മന്ത്രി ഇച്ഛാശക്തിയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നിലപാട് പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുമ്പോഴാണ് മോൻസ് ജോസഫ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടിക്രമവുമായി മുൻപോട്ട് പോകുന്ന ഒരു പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇത് കൃത്യമായ ഒരു നിയമനമാണ്, ഒരു അഭിഭാഷക നിയമനമാണ്. മുല്ലപ്പെരിയാർ അടക്കം അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളിൽ കേരളത്തിന് വേണ്ടി ഹാജരാകുവാനായി ഒരു സ്പെഷ്യൽ കോൺസലിനെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. ജലവിഭവ വകുപ്പ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ കോൺസലിൻ്റെ നിയമനം നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഊപ്പ വക്കീലിനെ നിയമിച്ചുകൊണ്ട് അയാൾക്ക് കുറേ ശമ്പളം നൽകുകയല്ല, നേരെ മറിച്ച് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമ പോരാട്ടം നടത്തുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു അഭിഭാഷകനെ തന്നെയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള റോയ് എബ്രഹാമിനെയാണ് ഇത്തരത്തിൽ കേരളത്തിൻ്റെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾക്കുള്ള വക്കീലായി, അഭിഭാഷകനായി, സ്പെഷ്യൽ കോൺസലായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. 1992 മുതൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന പ്രമുഖ അഭിഭാഷകൻ തന്നെയാണ് റോയ് എബ്രഹാം.
അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടും അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളുമായി ബന്ധപ്പെട്ടും ഇനിയുള്ള നിയമ പോരാട്ടങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഇതിനാൽ തന്നെ നമുക്ക് യാതൊരു തർക്കവും വേണ്ട. ഈ ഘട്ടത്തിൽ പല മുതിർന്ന കേസുകളിലും ഹാജരാകുന്ന സുപ്രീം കോടതി അഭിഭാഷകരെ കേരളം ഒറ്റയടിക്ക് ഒഴിവാക്കുകയില്ല എങ്കിൽ കൂടിയും ഇനി വരുന്ന പുതിയ കേസുകളിലെല്ലാം മറ്റ് അഭിഭാഷകരെ ഒഴിവാക്കിക്കൊണ്ട് റോയി എബ്രഹാം തന്നെയായിരിക്കും ഹാജരാകാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ സൂചനയും സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വക്കീൽ ഫീസ് ഇനത്തിൽ പോലും സംസ്ഥാന സർക്കാരിന് ഏറെക്കുറെ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കുവാനും ഇവിടെ സാധിക്കും. അതുപോലെ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല തർക്ക വിഷയങ്ങളിൽ കൃത്യമായ ഏകീകൃതമായ ഒരു നിലപാടെടുത്തുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി മുൻപോട്ട് പോകുവാൻ ഇത്തരമൊരു നിയമനം സംസ്ഥാന സർക്കാരിനെ സഹായിക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇനി മോൻസ് ജോസഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം എല്ലാ കാലത്തും കൃത്യമായ നിലപാടുകൾ എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. PJ ജോസഫ് എന്ന രാഷ്ട്രീയ ഗുരുനാഥനോട് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം മോൻസ് ജോസഫ് അചഞ്ചലമായിട്ടുള്ള വിശ്വസ്തതയും കൂറും തന്നെയാണ് പുലർത്തിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സംസ്കാരം എന്ന് പറയുന്നത് അവർക്ക് തീർത്തും അന്യമാണ് എന്നതുകൂടി ഓർക്കേണ്ട ഘട്ടത്തിൽ മോൻസ് ജോസഫിൻ്റെ ഈ നിലപാടുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഒരു മന്ത്രി എന്ന നിലയിൽ ഇതിനു മുമ്പും കൃത്യമായി തൻ്റെ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് മോൻസ് ജോസഫ്. വിമാനയാത്രാ വിവാദത്തിൽപ്പെട്ട് PJ ജോസഫ് രാജിവെച്ച സാഹചര്യത്തിൽ അന്ന് അദ്ദേഹത്തിന് പകരക്കാരനായി ആദ്യം മന്ത്രി പദവിയിലെത്തിയത് TU കുരുവിളയാണ്. എന്നാൽ മന്ത്രി പദവിയിലെത്തി ദിവസങ്ങൾക്കപ്പുറം പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കുരുവിളയ്ക്കും രാജിവെക്കേണ്ട സാഹചര്യത്തിലാണ് മോൻസ് ജോസഫ് അന്ന് പൊതുമരാമത്ത് മന്ത്രിയായി അധികാരമേറ്റതും 2 വർഷക്കാലം ഈ പദവിയിൽ തുടർന്നതും. തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ PJ ജോസഫ് കുറ്റവിമുക്തനായതിന് തൊട്ടു പിന്നാലെ നിമിഷങ്ങൾക്കകം തന്നെ രാജി സമർപ്പിച്ചുകൊണ്ട് PJ ജോസഫിൻ്റെ മന്ത്രിസഭയിലേക്കുള്ള മടങ്ങിവരവിനും മോൻസ് കളമൊരുക്കി. കൃത്യമായി ഇത്തരം നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇടതു വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥിയാകുമ്പോഴും മോൻസ് ജോസഫിന് കടുത്തുരുത്തിയിലെ ജനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുവാൻ സാധിക്കുന്നതും തുടർച്ചയായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതും. അതിനാൽ തന്നെ മോൻസ് ജോസഫ് ഇത്തരമൊരു നിയമനവും തീരുമാനവുമായി മുൻപോട്ട് പോകുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം കേരളത്തിൻ്റെ താല്പര്യങ്ങൾ 100% സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു ആവശ്യമായിരുന്നു ഈ പ്രളയം ഒഴിവാക്കുന്നതിനായി ഡാമുകളിൽ നിന്നും നദികളിൽ നിന്നും എക്കലും മണലും വാരി മാറ്റണമെന്നത്. എന്നാൽ അധികാരത്തിലിരുന്ന 5 വർഷക്കാലവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ അനക്കാവാൻ പോലും റോഷിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആദ്യ പ്രളയത്തിന് ശേഷം, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ജലവിഭവ വകുപ്പിനും റവന്യൂ വകുപ്പിനും കൈമാറുകയും അതനുസരിച്ച് നയങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് കരട് രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് വിഷയങ്ങളെ എത്തിക്കുവാൻ മോൻസ് ജോസഫ് സദാ ജാഗരൂകനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ഇതിനെല്ലാം അപ്പുറം ഒരു ടീം വർക്കാണ് ഈ ഒരു വിഷയത്തിൽ നടക്കുന്നത് എന്നുള്ളതും നമുക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മോൻസ് ജോസഫും പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് ഈ നദീജല തർക്കങ്ങളുടെ വിഷയത്തിലാണെങ്കിലും മണൽ വാരലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു നിലപാട് രൂപീകരിക്കുവാനും അത് നടപ്പാക്കുവാനുമായി കൃത്യതയോടുകൂടി ആർജവത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ സർക്കാർ കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ മന്ത്രി കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രളയമടക്കമുള്ള വിഷയങ്ങളിൽ മോൻസ് ജോസഫിൻ്റെ ഒരു ഭരണവൈദഗ്ധ്യം കേരളത്തിൽ ശാശ്വത പരിഹാരങ്ങൾ സമ്മാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ജനങ്ങൾക്കിതിനാൽ തന്നെ ഉണ്ടാകുവാനുള്ള വകയുമുണ്ട്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.